വിദേശത്ത് കേന്ദ്ര സർക്കാരിനെ വീണ്ടും വിമർശിച്ചിരിക്കുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഇന്ത്യൻ ജനാധിപത്യം എല്ലാ വശത്തു നിന്നും ആക്രമിക്കപ്പെടുകയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം വേണം എന്നും തെക്കേ അമേരിക്കൻ രാജ്യമായ കൊളംബിയയിൽ രാഹുൽ പ്രതികരിച്ചു. Somebody yesterday asked me, why have you come to Colombia? It's very important in the 21st century to understand and observe different cultures. Because you never know how you can connect or how and where you will connect with somebody until you actually go there. Because for me to say, sitting in India, that this is how I'll connect with Colombia, or this is how I'll, this is the type of relationship I'll have with Colombia, doesn't work. Being open to other cultures, regardless of how big or small they are, is very important. You never know where value lies. അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, മുമ്പൊരിക്കൽ ലണ്ടനിലാണ് എന്നാണ് എൻ്റെ ഓർമ്മ. അന്നും ഇതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചു രാഹുൽ ഗാന്ധി. അപ്പോൾ അതിരൂക്ഷമായി അദ്ദേഹത്തിന് വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു BJPയുടെ ഭാഗത്തു നിന്ന്. രാജ്യത്തെക്കുറിച്ച് മോശം കാര്യങ്ങൾ മറ്റിടങ്ങളിലൊക്കെ ചെന്ന് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ കൊളംബിയയിൽ ചെന്നുകൊണ്ട് എങ്ങനെയാണ് കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്? ഇത് വേദി ഏത് പരിപാടിയായിരുന്നു ഇത്? അനുജ, വീണ്ടും വിദേശ മണ്ണിൽ വെച്ച് രാഹുൽ ഗാന്ധി കേന്ദ്ര സർക്കാരിന്റെ, ഇന്ത്യയിലെ സർക്കാരിന്റെ ഭരണത്തെ സംബന്ധിച്ചുള്ള വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന കാര്യം, ഇന്ത്യയെ സംബന്ധിച്ച വിവിധ സംസ്കാരങ്ങളും ഭാഷകളും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ്, വ്യത്യസ്ത മതവിഭാഗങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ സംസ്കാരങ്ങൾക്കും എല്ലാം തന്നെ അതാത് ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം നൽകണം. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇല്ല എന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ആക്രമിക്കപ്പെടുന്നു എന്നത് വിദേശ മണ്ണിൽ വെച്ച് രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സാഹചര്യം രാജ്യത്ത് വേണം. വിവിധ മതങ്ങളും സംസ്കാരവും ഭാഷകളുമുള്ള രാജ്യമാണ് ഇന്ത്യ എന്നതായിരുന്നു. പക്ഷെ അത് പ്രകടിപ്പിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്ന വിമർശനം. കൊളംബിയയിലെ ഒരു പ്രത്യേക പരിപാടിയിൽ വെച്ചായിരുന്നു രാഹുൽ ഗാന്ധി ഈ ഒരു വിമർശനം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോടകം തന്നെ BJP രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. BJP MP കങ്കണ റണാവത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിച്ചൊരു ആരോപണം എന്നത് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ പ്രതിച്ഛായ അപകീർത്തിപ്പെടുത്തുകയാണ്. വിദേശ രാജ്യങ്ങളിൽ ചെന്ന് ഇത്തരം പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ പ്രതിച്ഛായ കളങ്കപ്പെടുത്തുകയാണ് എന്നതായിരുന്നു BJP MP കങ്കണ റണാവത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ വിമർശനം. ഇത് മറ്റ് MPമാരും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാരും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ വീണ്ടും ഒരു വാഗ്വാദങ്ങളിലേക്കും അതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് കൂടി ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പരാമർശം വഴിവെച്ചിരിക്കുകയാണ്. അതാണ് ഇത്തവണ കൊളംബിയയിലാണ് കേന്ദ്ര സർക്കാരിനെ രാഹുൽ ഗാന്ധി വിമർശിച്ചിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.